ഹായ്. നിലവിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപകർക്കായുള്ള വൻ പദ്ധതികൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ജനങ്ങളുടെ നിക്ഷേപം എന്നുള്ള ചിന്താഗതി വളർത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരം പദ്ധതികൾ ആഹ്വാനം ചെയ്യുന്നത്. ഈ പദ്ധതികളിലൂടെ നിങ്ങൾ നിക്ഷേപം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ആണ് സർക്കാർ വാഗ്ദാനം നൽകുന്നത്. നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ തുകയ്ക്ക് 100% ഗ്യാരണ്ടിയാണ് ലഭിക്കുന്നത്. കാരണം ഇതൊരു സർക്കാർ പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് പോസ്റ്റ് ഓഫീസ്. നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. അതിൽ ഇപ്പോൾ കൂടുതൽ പ്രാബല്യത്തിൽ നിൽക്കുന്നതാണ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്ന നിക്ഷേപ പദ്ധതി. ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് 9,250 രൂപയാണ് മാസം ലഭിക്കുന്നത്. ഇതിനായി നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം യഥാസമയത്ത് നിങ്ങൾക്ക് പൈസ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് പണം ലഭിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുക ടാക്സിൽ നിന്ന് മാറ്റിവെക്കാനുള്ള തുകയല്ല. നിങ്ങളൊരു ടാക്സ് പേയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഇത് ഒരു വരുമാനമായി കാണിച്ചുകൊണ്ട് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് കയ്യിൽ പൈസ തരില്ല എന്ന് പറയുന്നത്. നേരിട്ട് ബാങ്കിലേക്കാണ് പൈസ ലഭിക്കുക. നിങ്ങൾ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1000 രൂപയുടെ ഗുണിതങ്ങളായ ഒരു തുക നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുക. നിങ്ങൾ സ്ഥലം വിറ്റതായോ അല്ലെങ്കിൽ വാഹനങ്ങൾ വിറ്റതോ പ്രോപ്പർട്ടി സെയിലോ വീട് വിറ്റതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കാം. 1000 രൂപയുടെ 9 ലക്ഷം രൂപ വരെയുള്ള ഗുണിതങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ 9 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന പലിശ 7.4%. ഈ തുക പ്രകാരം നിങ്ങൾക്ക് 5,550 രൂപ പലിശ ഇനത്തിൽ മാസം ലഭിക്കും. അത് കഴിഞ്ഞ് നിങ്ങളൊരു കൂട്ടായ്മയിലാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് 9,250 രൂപ നിങ്ങൾക്ക് വരുമാനമായി മാസം ലഭിക്കും. വലിയൊരു തുകയാണ്. നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ തുക തിരിച്ചു ലഭിക്കും. വീണ്ടും നിങ്ങൾക്ക് നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വീണ്ടും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. നിക്ഷേപിക്കുന്ന സമയത്ത് 7.4% പലിശയാണ്. ഇനി പലിശ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ വർദ്ധിച്ച തുക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുറവാണെങ്കിൽ നിങ്ങൾ ചേരുമ്പോൾ ഏത് തുകയാണോ വാഗ്ദാനം ചെയ്തത് അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുക ഇടക്കാലത്തിൽ നിങ്ങൾ വിഡ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 വർഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല. 1 വർഷത്തിന് ശേഷം നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ 2% പിഴ ഈടാക്കുന്നതായിരിക്കും. 3 വർഷത്തിന് ശേഷമാണെങ്കിൽ 1% പിഴയടച്ചാൽ മതിയാവും. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പിഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് തുക യഥാസമയം വിഡ്രോ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്താനും സാധിക്കുന്നതാണ്. ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വളരെ നല്ലൊരു പദ്ധതിയാണ്. നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിക്ഷേപം നടത്താവുന്നതാണ്. താങ്ക് യു.